നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. തൃശൂരിൽ കേന്ദ്ര സർക്കാർ ഒരു നിർണായക നീക്കം നടത്തിയിരിക്കുകയാണ്. പൊതുവിപണിയിൽ അരിയുടെ വിലക്കയറ്റം തടയുന്നതിനുള്ള നിർണായക നീക്കമാണ് കേന്ദ്ര സർക്കാർ തൃശൂരിൽ നടപ്പിലാക്കിയിരിക്കുന്നത്. സബ്സിഡി നിരക്കിൽ കിട്ടുന്ന ഭാരത് അരി വിപണിയിൽ അവതരിപ്പിക്കാനാണ് നീക്കം. കേരളം ഉൾപ്പെടെ ഇന്ത്യയിൽ എവിടെയും ഭാരത് റൈസും ഭാരത് പച്ചക്കറിയും ഭാരത് റൊട്ടിയുമൊക്കെ വിപണി കീഴടക്കാൻ ഒരുങ്ങുകയാണ്. കഴിഞ്ഞ ഒരു വർഷം അരി ഉൾപ്പെടെയുള്ള സാധനങ്ങൾക്ക് 15% വില വർധനവ് ഉണ്ടായിട്ടുണ്ട്. 29 രൂപയ്ക്ക് അരി കിട്ടുന്നതോടെ മാർക്കറ്റിൽ അമിത വില നിയന്ത്രിക്കപ്പെടും. റേഷൻ കാർഡിന്റെ നിറവ്യത്യാസം കണക്കിലെടുക്കാതെ അരി കിട്ടുമെന്നതിനാൽ ഇടത്തരക്കാരുടെ ഉൾപ്പെടെയുള്ള വോട്ടുകൾ തന്നെയാണ് BJP ലക്ഷ്യമിടുന്നതെന്ന് വ്യക്തം. 5 കിലോ 10 കിലോ പാക്കറ്റുകളിൽ വിപണിയിൽ ഇത് ലഭ്യമാകും. ലൂസായി വാങ്ങാൻ സാധിക്കില്ല. പൊതുവിപണിയിൽ അരി വില ഉയരുമ്പോൾ 5 കിലോഗ്രാം അരിക്ക് 145 രൂപ നൽകിയാൽ മതിയാകും. 10 കിലോഗ്രാം അരി 290 രൂപയ്ക്കാണ് കിട്ടുക. നിലവിൽ ഇരട്ടിയോളമാണ് അരിയുടെ റീറ്റെയിൽ വില. അതേസമയം റേഷൻ കടകളിലൂടെ സബ്സിഡി നിരക്കിലെ അരി വിതരണം ചെയ്യില്ല. കേരളത്തിലേക്കുള്ള ആദ്യ ലോഡ് അരി സുരേഷ് ഗോപിയുടെ തൃശൂരിൽ എത്തിക്കഴിഞ്ഞിരിക്കുകയാണ്. ഇതോടെ തൃശൂരിലെ വോട്ടുകൾ സുരേഷ് ഗോപിയുടെ പെട്ടിയിൽ തന്നെ വീഴും എന്ന ഒരു നിഗമനത്തിലാണ് BJP. തൃശൂരിൽ മാത്രമല്ല 200-ലധികം ഔട്ട്ലെറ്റുകൾ കേരളത്തിൽ ഉണ്ടാകും. ആർക്കും വാങ്ങാവുന്ന വിധത്തിൽ സൗകര്യപ്രദമാക്കി മാറ്റുന്ന ഈ കിറ്റ് സാമ്പത്തിക രാഷ്ട്രീയം ഇത്തവണ ജനമനസ്സുകൾ പിടിച്ചെടുക്കുമെന്ന പ്രതീക്ഷയോടെയാണ് BJP ആയിരിക്കുന്നത്. സപ്ലൈകോയിൽ ഇപ്പോൾ പിണറായി സർക്കാർ 25 രൂപയ്ക്കാണ് അരി കൊടുക്കുന്നത്. എന്നാൽ സപ്ലൈകോയ്ക്ക് 1500 കോടി രൂപയോളം കുടിശ്ശിക ഉള്ളതുകൊണ്ട് ഇപ്പോൾ ഈ അരി റേഷൻ കടകളിൽ ലഭ്യമല്ല. സാധാരണ മാർക്കറ്റിൽ 40 രൂപ മുതൽ 60 രൂപ വരെയുണ്ട്. അതുകൊണ്ട് തന്നെ മോദിയുടെ ഭാരത് അരിക്ക് 4 രൂപ കൂടുതലാണെങ്കിലും ജനങ്ങൾ ഇരു കൈ നീട്ടി സ്വീകരിക്കുമെന്ന് തന്നെയാണ് BJPയുടെ വിശ്വാസം. അടുത്ത ആഴ്ചയോടെ സംസ്ഥാനത്ത് മുഴുവനും ഭാരത് അരി എത്തിക്കാനാണ് ശ്രമമെന്ന് പദ്ധതിയുടെ നിർവഹണ ഏജൻസികളൊന്നും സഹകരണ സ്ഥാപനമായ നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യയുടെ കൊച്ചി മേഖലാ ഓഫീസിൽ നിന്നും അറിയിച്ചു. ആദ്യഘട്ടത്തിൽ ചില്ലറ വിപണി വിൽപ്പനയ്ക്കായി 5 ലക്ഷം ടൺ അരിയാണ് കേന്ദ്രം അനുവദിച്ചത്. നാഫെഡ്, നാഷണൽ കോഓപ്പറേറ്റീവ് കൺസ്യൂമേഴ്സ് ഫെഡറേഷൻ, കേന്ദ്രീയ ഫണ്ടാർ തുടങ്ങിയ സംവിധാനങ്ങളിലൂടെയാകും അരി പൊതുവിപണിയിലെത്തിക്കുക. കൊമേഴ്സ് പ്ലാറ്റ്ഫോമുകളിലൂടെയും അരി ലഭ്യമാക്കും. ഭാരത് ബ്രാൻഡിലെ പരിപ്പ് സംസ്ഥാന സർക്കാരുകൾക്ക് സംസ്ഥാനത്തിന്റെ നിയന്ത്രണത്തിലുള്ള സഹകരണ സ്ഥാപനങ്ങളും കോർപ്പറേഷനുകളും മുഖേനയും വിതരണം ചെയ്യാനാകുമെന്ന് കേന്ദ്രം അറിയിച്ചിട്ടുണ്ട്. നിലവിൽ ഭാരത് കടല, അതായത് ഭാരത് ചന്ന കിലോയ്ക്ക് 60 രൂപയ്ക്കും ഭാരത് ആട്ട കിലോയ്ക്ക് 27.50 രൂപയ്ക്കും സർക്കാർ നൽകുന്നുണ്ട്. ഇവയ്ക്ക് രണ്ടിനും വളരെ മികച്ച പ്രതികരണമാണ് കിട്ടിയത്. കേന്ദ്ര സർക്കാരിന്റെ സഹായത്തോടുകൂടിയാണെങ്കിലും അരിയും പല വ്യഞ്ജനങ്ങളും സഞ്ചികളിലാക്കി കേരളത്തിലെ എല്ലാ വീടുകളിലേക്കും പിണറായി സർക്കാർ എത്തിച്ചിരുന്നു. അതിന്റെ ഫലമായി വോട്ട് കിട്ടി പിണറായി വീണ്ടും അധികാരത്തിലെത്തി. എന്നാൽ ഇപ്പോൾ ഈ കിറ്റ് രാഷ്ട്രീയം സ്വയം പയറ്റാൻ ഇറങ്ങി തിരിച്ചിരിക്കുകയാണ് മോദി എന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ഈ നീക്കത്തിലൂടെ വിചാരിക്കാവുന്നതാണ്. വരുന്ന ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ സീറ്റുകൾ തൂത്തുവാരാനുള്ള തീവ്ര ശ്രമത്തിലാണ് BJP. അതിന് മുന്നോടിയായിട്ടുള്ള ഒരു നീക്കമാണ് ഇത് എന്ന് വിലയിരുത്തുന്നതിലും തെറ്റില്ല. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.